ഹായ് സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ആലിൽ ഒരു ആട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കൗതുകരമായ കാഴ്ച, മനോഹരമായ ഒരു അനുഭവമൊക്കെയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ കുടിവെള്ള സംഭരണിയാണ്. ഇവിടുത്തെ ആട്ടോ ചേട്ടന്മാരാണ് ഈ ഒരു സംഭരണി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ആട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇച്ചിരി വെള്ളം കുടിക്കാം. പക്ഷേ ഇതൊന്ന് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഈ മൺകുടത്തിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔഷധമാണ്, ഇല്ലേ? അത് പണ്ട് മുതലേ ആൾക്കാർ അങ്ങനെയാണ് കുടിച്ചിരുന്നത്. എന്തായാലും നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇവര് വീട്ടിൽ നിന്ന് ഡെയിലി ഇത് കൊണ്ടുവന്ന് നിറയ്ക്കുന്നതാണ്. ഒരു ദിവസം നിറയ്ക്കുന്നത് അന്ന് തന്നെ തീരും. ഇവിടെ ആട്ടോക്കാർക്ക് മാത്രമല്ല ഈ വെള്ളം, ഇത് ഇവിടെ വരുന്ന യാത്രക്കാർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ നിന്ന് വെള്ളം കുടിക്കാവുന്നതാണ്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. ഇതാരാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നെല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ള ഓട്ടോ സ്റ്റാൻഡുകൾക്കെല്ലാം ഇതൊരു മാതൃകയാവട്ടെ. അപ്പോൾ മുത്തൂർ മുക്കില് ആലില് ഒരു ആട്ടോയെ കയറ്റി നിർത്തിയത് ഈ ചേട്ടനാണ്. ഈ ചേട്ടനെയാണ് നമ്മൾ തിരക്കിയത്. ചേട്ടൻ പേരെന്തോ? രജിലാൽ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ആശയം എങ്ങനെ വന്നു? ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട്ടോക്കാർ ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ആട്ടോയുടെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കണം എന്നുള്ള രീതി. ഞാൻ നേരത്തെ തൊട്ടേ പടം വരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ തലത്തിന്റെ ഷേപ്പ് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഒരു ആട്ടോയുടെ പടം തന്നെയാണ് അതിനകത്ത് ഏറ്റവും ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ആട്ടോയുടെ രീതിയിൽ അങ്ങ് വരച്ച് റെഡിയാക്കിയതാണ്. ഇപ്പൊ റൗണ്ട് കുട വരുന്നെങ്കിൽ അത് പറ്റത്തില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഈ ഷേപ്പിലുള്ള കുട വരുന്നുണ്ട് കാര്യങ്ങളാണല്ലേ. അപ്പൊ അതിനൊപ്പം തന്നെ ആ ഒരു ഡിസൈൻ ഫ്രണ്ട് വരുന്ന ഈ ഒരു പൈപ്പും അതെല്ലാം അത് ആദ്യം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ വേറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആട്ടോയുടെ ഇവിടെ നിന്നൊക്കെ മൽഗാർഡിന്റെ സംഭവങ്ങള്, പിന്നെ ഇതിന്റെ മേളിൽ നിന്നുള്ള താഴോട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ടാപ്പ് എല്ലാവരും വന്ന് പിടിച്ച് ലൂസ് ആയപ്പോഴത്തേക്ക് ഇപ്പൊ രണ്ടാമത് ടാപ്പ് മാറ്റിയതാ. ടാപ്പ് മാറ്റിയിട്ട് അടുത്ത ടാപ്പ് പുതിയത് വെച്ചതാ. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇളകിപ്പോയതാ. ചേട്ടന്റെ വണ്ടിയുടെ നമ്പറാണ് ഇത്? അല്ല, അത് ചുമ്മാ ഒരു നമ്പർ ഇട്ടോ. അടിപൊളി. എന്തായാലും ഒരു അപാരമായ കഴിവാ. ചേട്ടൻ പാട്ടൊക്കെ പാടും? പാട്ടൊന്നും പാടത്തില്ല. കലാപരമായിട്ട് വേറെ എന്താ കഴിവുണ്ട്? വേറെ കഴിവൊന്നുമില്ല, കാരണം ഇത് എന്താ വരയ്ക്കാൻ അറിയാത്തേ ഉള്ളൂ. അപ്പൊ ഇവര് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡില് മൊത്തം എത്ര ആട്ടോക്കാരുണ്ട്? 55 ആട്ടോ. 55 ആട്ടമുണ്ട്. ഈ 55 ആട്ടോക്കാരും എല്ലാവരും നല്ല സപ്പോർട്ട്, നല്ല സഹകരണമൊക്കെയാണ്. നല്ല സാധനമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലും അവർ പറയുന്നത് അത് ചെയ്തിട്ട് അതിന് എത്ര രൂപ ഫണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്കൊരു എന്ത് സംഘടനയായിട്ടുണ്ടോ ഈ ഒരു ഭാഗത്ത്? ഇതിനകത്ത് യൂണിയൻ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഞങ്ങളാരും അങ്ങനെ പറഞ്ഞ യൂണിയൻ ആയിട്ടുള്ള ഒരു ഇത് ഇതിനകത്തില്ല. എല്ലാവരും കൂടെ ഇതിനകത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് പല യൂണിയൻകാരും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിൽ എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കും. ഇതിനകത്ത് യൂണിയൻ പരിപാടിയായിട്ട് ഇതിനകത്തില്ല. പിന്നെ പുറത്ത് മാത്രമേ ഉള്ളവര് യൂണിയൻ പുറത്ത് ഇതിനകത്ത് യൂണിയൻ മാത്രമേ അതേ ഉള്ളൂ. ഇപ്പൊ ക്യാരം ബോർഡിന്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ക്യാരം ബോർഡൊക്കെ ഉണ്ടോ അവിടെ? ഞാൻ ഒന്നുണ്ട് ക്യാരം ബോർഡ്. കളിയുണ്ട്, ഇന്നും ഇവിടെ കളിയുണ്ട്. കാരണം ഓട്ടോ ഇല്ലാത്ത സമയത്ത് എല്ലാവരും കൂടെ തമ്മിൽ മിണ്ടി പറഞ്ഞും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അതിലെ ഒരു സൗഹൃദം ആയിട്ട് ക്യാരം ബോർഡിൽ മത്സരമുണ്ട്. ഞങ്ങൾ തന്നെ മത്സരം നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സംവിധാനമില്ലായിരുന്നു. ബസ് കയറി അങ്ങോട്ട് പോകാൻ, പുത്തൂരോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളവിടെ പോയി ചുമന്നുകൊണ്ട് വന്നിട്ട് അവർക്ക് ബെഞ്ച് റെഡിയാക്കി കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരും കൂടെ ഒന്ന് വിളി. എല്ലാവരും കൂടെ വിളി. പുത്തൂർ മുക്കില് ഈ സ്റ്റാൻഡിൽ എത്ര പേരുണ്ട്? ഇവിടെ 10-45 വണ്ടിയുണ്ട്. 45 വണ്ടിയുണ്ട് അല്ലേ? എങ്ങനെയാ നിങ്ങളുടെയൊക്കെ ഈ ഡ്യൂട്ടി എങ്ങനെയാ? അത് ആദ്യം വരുന്നവരാണോ? പറഞ്ഞാല് ഈ ആട്ടോ ഓടുന്നത് ആദ്യം വരുന്നവരാണോ ഓട്ടം വിളിച്ച് പോകുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ ഫ്രണ്ട് ഇടാൻ ടൈനുണ്ട്. അല്ലാതെ ഏത് വണ്ടി വേണേലും യാത്രക്കാർക്ക് വിളിക്കാം. പക്ഷെ ഇവിടെ കയറ്റി ഇടുന്നതിനകത്ത് ടൈനുണ്ട്. അതിനകത്തുണ്ടല്ലേ? അത് ആദ്യം വരുന്നവർ ഇങ്ങനെ കയറ്റി ഇടും. ഈ പുത്തൂർ മുക്കുന്ന ഒരു പേര് വരാൻ എന്താ കാര്യം? ഈ പുത്തൂരോട്ട് ഈ പോകുന്ന വഴി ആയതുകൊണ്ടാണ്. പുത്തൂരോട്ട് പോകുന്ന മെയിൻ ജംഗ്ഷൻ ഇതായതുകൊണ്ട് അങ്ങനെ പുത്തൂർ മുക്കുന്ന. ഓക്കെ, നമുക്ക് മറ്റ് ചേട്ടന്മാരോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഈ ഒരു കുടം, അതായത് കുടിവെള്ളം നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 10 മാസമായി. 10 മാസത്തോളമായി. അപ്പോൾ ഇത് പുറത്തിങ്ങനെ തോന്നിയ ആൾക്കാരൊന്നും അറിഞ്ഞു നടന്നില്ല, അറിയില്ലേ? ഇവിടെ കുറെ ആൾക്കാർക്ക് അറിയാവുന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പുറത്തുള്ള ആർക്കും അതിനെപ്പറ്റി അറിയാനില്ലായിരുന്നു. അത് ഈ ഒരു അതായത് മെയിൻ റോഡിൽ നിന്ന് ഉൾസൈഡിലോട്ട് ആയതുകൊണ്ടായിരിക്കും അത് ആൾക്കാരെ ശ്രദ്ധിക്കാതെ പോകുന്നത്. തന്നെയല്ല, ഇവിടെ വണ്ടിക്കാരാണ് കൂടുതൽ നിൽക്കുന്നത്. ഇപ്പൊ യാത്രക്കാരൊന്നും അവിടെ ആ ഭാഗത്ത് മാറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അറിയാൻ. ബസ് സ്റ്റോപ്പായിട്ട് ഇവിടെ ഇല്ല. ഇവിടെ വന്ന് ആൾക്കാർ വന്ന് ആട്ടോ വിളിച്ചില്ല അവിടെ. ബസ് സ്റ്റോപ്പ് അങ്ങ് മാറിയല്ലേ? ചേട്ടാ, ഈ ഒരു കുടിവെള്ളം ഇവിടെ അനുഗ്രഹമാണോ? തീർച്ചയായിട്ടും യാത്രക്കാർക്കും മറ്റുള്ളവർക്കെല്ലാം നല്ല അനുഗ്രഹം തന്നെ.
എല്ലാവർക്കും കൊടുക്കുക. ഓരോ ദിവസം ആരാ കൊണ്ടുവരുന്നത് ഈ വെള്ളം? അല്ല, മാറി തരും വണ്ടിക്കാരനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ഇത് യാത്രക്കാർ വന്ന് കുടിക്കുവോ അതോ? അല്ല, ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരും എടുത്ത് കുടിക്കാറുണ്ട്. ഇപ്പോൾ പുത്തൂർമുക്കിലെ ഈ ഒരു ഓട്ടോ ചേട്ടന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. അതായത് കൂട്ടായ്മയ്ക്ക് പ്രത്യേക പേരുകളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സീനിയറാണ് ഈ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് തുളസി. എത്ര വർഷമായി ഇവിടെ ഓടിയിട്ട്? ഇവിടെ ഓടിയിട്ട് ഇപ്പോൾ ഒരു 10-40 കൊല്ലമെങ്കിലും ആയിക്കാം. 40 വർഷത്തോളമാണ്. അന്നത്തെ ഒരു പുത്തൂർമുക്കാണോ ഇന്ന്? അല്ല, അതല്ല, അതൊന്നും ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് ഈ റോഡൊക്കെ പഴയ റോഡ് അതിന് ശേഷം വന്ന റോഡും കടകളും കുമ്പളങ്ങളും ഒക്കെ. ഇന്നത്തെ പുത്തുമുക്കല്ല അന്നത്തെ. ഇപ്പോഴും സ്ട്രോങ് ആ നമ്മള്. അതിനൊന്നുമില്ല. ഇവരെല്ലാരും ആണ്. ഇനി ഒരുപാട് പേരുണ്ട്, 10-55 പേരുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വലിയൊരു ഓട്ടോ സ്റ്റാൻഡാണ്. അപ്പൊ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ്. ഇനി ജൂൺ മാസം ഇവരുടെ എല്ലാവരുടെ ഒരു പ്രവർത്തനം ഉണ്ട്. എന്താണ് ചേട്ടാ? അത് ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളാണ്, LP സ്കൂളാണ്. ആ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗും അവരുടെ പഠനോപകരണ സാധനങ്ങൾ മൊത്തം നമ്മുടെ വകയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സെറ്റ് ചെയ്തപ്പോൾ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ചൂട് സമയത്താകുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുവെക്കുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര ചൂടായി കഴിയുമ്പോൾ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു കാലം സെറ്റ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഞങ്ങളെക്കാളും കൂടുതൽ പിന്നെ സ്കൂൾ കുട്ടികളും ഇതിൽ വരുന്നവരും എല്ലാം ഇത് കണ്ടപ്പോഴത്തേക്ക് അവരതിനെ കുടിക്കുന്നു. പിന്നെ ഒരു ദിവസം 2-3 ട്രിപ്പ് വെള്ളം നമ്മൾ കൊണ്ടുവന്ന് ഒഴിക്കേണ്ടി വരും. അതായത് ഈ കൊച്ചു കുടമാണെങ്കിൽ ഇതിനകത്ത് 10 ലിറ്റർ വെള്ളം കൊള്ളും. 10 ലിറ്റർ വെള്ളം വേണം. ചേട്ടൻ എവിടെ നിന്നാണ് സ്ഥിരം വെള്ളം കുടിക്കുന്നതൊക്കെ? ഞങ്ങൾ ഇവിടുന്ന് കുടിക്കുന്നു. ഇതിപ്പോ ആർക്കാ വെള്ളം എടുക്കുന്നേ? ഇപ്പൊ ഞങ്ങളുടെ സൂസിക്ക് വേണ്ടി എടുക്കുക. സൂസി ഏതാ? സൂസി ആണ് ഈ ഞങ്ങൾ നോക്കുന്നത്. നമ്മള് സൂസിയാണ് സ്ഥിരം ഇവിടുന്ന് വെള്ളം കുടിക്കുന്നത്. സൂസി ഇവിടുന്ന് വെള്ളം കുടിക്കും. ഞങ്ങളാണ് കേക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. പുത്തൂർമുക്കുകാരുടെ സ്വന്തം സൂസിയാ. അതാണ്. ഞങ്ങള് എത്ര പ്രാവശ്യം ചവിട്ടിയിട്ടുണ്ടെന്നറിയാം. ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നിടത്താണ് നിൽക്കുന്നത്. അന്നേരം ഇത് എങ്ങോട്ടും പോകത്തില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ കാലിലൊക്കെ ചവിട്ടി ഞങ്ങളെ കടിക്കത്തേ ഇല്ല. അങ്ങനെ കടിക്കാനാണ് ഒരുപാട് കടിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ വേറൊരു പ്രത്യേകത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുന്നവരുടെ പോയി ചോദിക്കത്തുള്ളൂ. ഞങ്ങള് വല്ലതും മേടിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു 5-6 പേരുണ്ട്. ഇല്ലില്ല, ഞങ്ങള് എന്നും കേക്കൊക്കെ മേടിച്ച് നമ്മളെവിടെ നമ്മുടെ അടുത്ത് നിന്ന് വേളം വെച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറ്. ഞങ്ങളെ ഇതിപ്പോ ഒരു 10-16-17 കൊല്ലം ആയിക്കാണ്. ഒരു കാല് വയ്യ. ഒരു വണ്ടി ആക്സിഡന്റ് 17 വയസ്സ്. സാധാരണ പട്ടിക്ക് 12 വയസ്സൊക്കെയാ പറയുന്നത്. പക്ഷെ പറയല്ല. പിന്നെ അവര് കൊണ്ട് ഇതിന്റെ ഇത് ഓപ്പറേഷനൊക്കെ ചെയ്തേ പ്രസവിക്കാത്ത രീതിയിൽ ഒക്കെ ചെയ്ത് പിന്നെ കുത്തുവെപ്പൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ഇട്ടു. ഇവിടെ ഞങ്ങള് കിടക്കുന്നിടത്ത്, ഈ വണ്ടിക്കാര് കിടക്കുന്നിടത്ത് നിൽക്കുന്ന ഈ ഇവള് മാത്രമേ ഉള്ളൂ. വേറെ പട്ടികളൊന്നും വന്നാൽ ഇവിടെ തങ്ങത്തില്ല. വേറെ ആരും ഇവിടെ വന്നാൽ അടുപ്പിക്കത്തുമില്ല.